എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ് അമ്മയുടെ ഭരണസാരഥ്യത്തിലേക്ക് മോഹൻലാൽ എത്തുമോ എന്നുള്ളത്. മോഹൻലാൽ എത്തിയാൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന് 99% അമ്മയിലെ ഭാരവാഹികളും വിശ്വസിക്കുന്നു. ഏതായാലും അതിലേക്കുള്ളൊരു പോക്കാണ് എന്ന് നമുക്ക് കരുതേണ്ടി വരും. മലയാള സിനിമാ താര സംഘടനയായ അമ്മയിലെ പ്രശ്നങ്ങൾ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അൻസിബയൊക്കെ പറഞ്ഞതെല്ലാം നമ്മൾ കേട്ടതാണ്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത് ഇതിപ്പോൾ പരിഹരിക്കപ്പെടാൻ കഴിയാത്തതിനും അപ്പുറത്തേക്ക് ഈ ഒരു പ്രശ്നം സങ്കീർണമായി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിനിപ്പോൾ പരിഹരിക്കണമെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. കാരണം ശ്വേതാമേനോൻ ആദ്യഘട്ടത്തിൽ രാജിവെച്ചു എന്ന് പറയുകയും പിന്നീട് അത് ഔദ്യോഗികമായി വെച്ചിട്ടില്ല എന്ന് പറയുകയും പിന്നീട് അഡ്ഹോക് കമ്മിറ്റിയെ തീരുമാനിക്കുകയും ചെയ്തപ്പോൾ ശ്വേതാമേനോൻ രാജിവെച്ചിട്ടില്ല എന്നറിയുന്നു. അപ്പോൾ കോടതിയിൽ പോയതിൻ്റെ അടിസ്ഥാനത്തിൽ ശ്വേതാമേനോന് തുടരാമെന്ന് പറയുന്നു. അപ്പോൾ ശ്വേതാമേനോനോടൊപ്പം ഒരു വിഭാഗവും മറ്റ് ടീമുകൾക്കൊപ്പം ഒരു വിഭാഗവും എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. നമുക്കറിയാം ദീർഘകാലത്തോളം മോഹൻലാലും ഇന്നസെൻറ്റും ഒക്കെ ഇടവേള ബാബുവും ഒക്കെ ഇതിൻ്റെ ഭരണസാരഥ്യത്തിൽ വന്നപ്പോഴൊന്നും അനുഭവപ്പെടാത്ത പ്രശ്നങ്ങൾ അതിസങ്കീർണമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് സിനിമാ മേഖലയിലുള്ളവർക്ക് ഏറ്റവും കൂടുതൽ ഈഗോ ഉള്ളൊരു മേഖലയാണ് സിനിമാ മേഖല. അപ്പോൾ സ്വാഭാവികമായിട്ടും മോഹൻലാലിനെ പോലെ അല്ലെങ്കിൽ ഇന്നസെൻറ്റിനെ പോലെ ഇടവേള ബാബുവിനെ പോലെയുള്ളവർ തലപ്പത്തിരിക്കുമ്പോൾ അവർ പറയുന്നത് കേൾക്കും. കാരണം എത്ര വലിയ ആളുകളാണെങ്കിലും എത്ര വലിയ താരങ്ങളാണെങ്കിലും അവർ പറയുന്നത് കേൾക്കാൻ ഇവർ ബാധ്യസ്ഥരാകും. പക്ഷേ ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ വനിതകൾ സാരഥ്യത്തിലേക്ക് വന്നപ്പോൾ പോരാട്ടത്തിൻ്റെ പെൺപ്രതീകം എന്നൊക്കെ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്ത്രീ സുരക്ഷയ്ക്ക് നല്ലതാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടൊക്കെ വിഷയങ്ങൾ വന്നതുകൊണ്ട് ഇതിൻ്റെ സാരഥ്യത്തിൽ സ്ത്രീകൾ അല്ലെങ്കിൽ വനിതകൾ വന്നാൽ അത് വനിതകൾക്ക് സംരക്ഷണമാകുമെന്ന രീതിയിൽ വളരെ പോസിറ്റീവായിട്ടാണ് ഈ ഒരു ഭരണസമിതി രംഗത്ത് വന്നത്. പക്ഷേ ഇതിനകത്ത് സംഭവിച്ചത് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളാകുന്നു. ടിനി ടോമും നെതിരെ അൻസിബ പരാതി നൽകുന്നു. അതോടൊപ്പം തന്നെ അതിനൊക്കെ ഒരു വർഗീയത കൊണ്ടുവരുന്നു. അത്തരത്തിൽ ഈ രീതിയിലേക്ക് സിനിമയെ മാറ്റുന്ന ഒരു രീതിയിലേക്ക് വന്നു. നമുക്കറിയാം പല കാലങ്ങളിലും പല ജാതീയമായിട്ടോ രാഷ്ട്രീയമായിട്ടോ ഒന്നും തന്നെ ഒരു വിഭജനം മലയാള സിനിമയിൽ ഇല്ല എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും കാണാൻ കഴിയുന്നത്. കാരണം പല ജാതികളിൽപ്പെട്ടവർ അഭിനയിക്കുന്നു, അവർ നായക കഥാപാത്രങ്ങളാകുന്നു. പ്രേം നസീർ മുതൽ സത്യൻ മാഷ് മുതൽ മമ്മൂട്ടി മുതൽ മോഹൻലാൽ വരെ അങ്ങനെ വരികയാണ്. പക്ഷേ രാഷ്ട്രീയം എടുത്ത് പരിശോധിച്ചാൽ ഇപ്പോൾ മുകേഷ് LDFൻ്റെ ഒരു MLA ആണ്, ഗണേഷ് കുമാർ LDFിലുള്ള MLA ആണ്, അതേസമയം സുരേഷ് ഗോപി BJPയുടെ ഒരു കേന്ദ്രമന്ത്രിയൊക്കെ. അപ്പോൾ അതേസമയം കോൺഗ്രസിൻ്റെ ആയിട്ട് സലിംകുമാറുണ്ട്, ജഗദീഷുണ്ട്. പക്ഷേ ഇതിലൊന്നും തന്നെ അവർ ഒരു പ്രശ്നം വരുമ്പോൾ അവരുടെ രാഷ്ട്രീയം ഇതിനകത്ത് കാണുന്നില്ല. എല്ലാവരും കൂട്ടായി സഹോദരങ്ങളെ പോലെ കാണുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സുരേഷ് ഗോപിയൊക്കെ പറയുന്ന പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. കാരണം രാഷ്ട്രീയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന പോലെ സിനിമയിൽ ഇവർ അവരുടെ രാഷ്ട്രീയം കാണിക്കാറില്ലായിരുന്നു. അപ്പോൾ ആ രീതിയിൽ വളരെ നല്ല രീതിയിൽ പോവുകയാണ്. കൈനീട്ടം എന്ന രീതിയിൽ 5000 രൂപ വെച്ച് അവശ്യ കലാകാരന്മാർക്ക് ഇതിൽ നിന്നുള്ള കൈനീട്ടം നൽകുന്നു. അങ്ങനെ ഒരുപാട് ഗുണഗണങ്ങളോടെ മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയായിരുന്നു അമ്മ. പക്ഷേ അത് ഇനി പറഞ്ഞതുപോലെ ഈ ഒരു കമ്മിറ്റിയുടെ കാലാവധി കഴിഞ്ഞതിന് ശേഷം പുതിയ ഭരണസാരഥ്യത്തിലേക്ക് ഈ പറഞ്ഞതുപോലെ വളരെ കേപ്പബിളായിട്ടുള്ള നേതൃത്വം വന്നാൽ മാത്രമേ ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവുകയുള്ളൂ.